നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മരുവത്തൂരിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയതാ ഇന്നലെ. കുടുംബപരദേവതയുടെ ദോഷമാണെന്ന് കരുതി അതും നോക്കി. കണ്ടില്ലേ കൈമുറിഞ്ഞത്? കളം വരച്ച് ഇന്നത്തെ ഉദയം നോക്കിയപ്പോ പെൻസിലിന് മുന പോരാ. കത്തിയെടുത്ത് മുന കൂർപ്പിച്ചപ്പോ വിരലിൽ കത്തി കൊണ്ടു. രക്തം കണ്ടു. സുമംഗലാമ്മയുടെ ജാതകത്തിൽ മാത്രമല്ല, കുടുംബത്തിലെ മൊത്തത്തിലുള്ള സ്ഥിതിയും മോശമാണ്. ഇന്നലെ ആരൂഢം പറഞ്ഞെങ്കിൽ ഇന്ന് അപകട സൂചനകളാ. രക്തം കണ്ടത് മാത്രമല്ല, ഒരു മരണമറിയിച്ച് ഫോൺ വന്ന് ഞാനങ്ങോട്ട് വച്ചതേയുള്ളൂ. ലക്ഷണങ്ങളും നന്നല്ല. വീട്ടിൽ ചോര ചിന്തും. മരണം വരെ ചിലപ്പോൾ സംഭവിക്കാം. ജോത്സ്യര് പറഞ്ഞ കർമ്മങ്ങളും ദോഷപരിഹാരങ്ങളും ഒക്കെ ചെയ്തിട്ടും ഒന്നും അങ്ങോട്ട് ഫലിച്ചിട്ടില്ല. സുമംഗലാമ്മയുടെ ഉള്ളിലെ നന്മ കൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ പ്രാർത്ഥന കൊണ്ടോ, അതുമല്ല എങ്കിൽ ദൈവാനുഗ്രഹമുള്ള ആരെങ്കിലും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ടോ കണ്ണിൽ കൊള്ളാനുള്ള പലതും പുരികത്തിൽ തട്ടി മാറിയെന്നേയുള്ളൂ. ആപത്തൊട്ടും വിട്ടുമാറിയിട്ടില്ല. ഏത് നിമിഷവും അനർത്ഥങ്ങൾ സംഭവിച്ചേക്കാം. അധികം വൈകാതെ തന്നെ തറവാട്ടിൽ രക്തം വീഴും. എന്തിന്? തറവാട് തന്നെ ശിഥിലമാകും. അതാ കാണിക്കുന്നത്. കുടുംബദേവതയ്ക്ക് നേർച്ച നേർന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചോളൂ. ആരൂഢം മറയ്ക്കരുതേ എന്ന് ദേവിയോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഇല്ല, നടക്കാനുള്ളത് നടന്നേ തീരൂ. കുടുംബത്തിലുള്ള ഒരാൾക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു. ഇനി ഞാൻ പറയാതെ ഒരു പൈസ പോലും കൊടുക്കരുത്. എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ വന്ന് കാണാൻ പറഞ്ഞാൽ മതി. കുര്യച്ചനല്ല, സ്വന്തം അച്ഛനാണെങ്കിൽ പോലും ഫിനാൻസിന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് തീർത്തു പറഞ്ഞേക്കണം. മനസ്സിലായല്ലോ? കുര്യച്ചൻ ഏത് കാര്യത്തിൽ ഇടപെട്ടെന്ന? വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജറാ കുര്യച്ചൻ. അളിയന്റെ ഫിനാൻസുമായിട്ട് കുര്യച്ചൻ എന്താ ഇടപാട്? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. കുറെ നാളായി ഓരോ കണക്കും പറഞ്ഞ് കുര്യനെ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. എനിക്കറിയാം നീ പറഞ്ഞു വിട്ട് കുഴപ്പമുണ്ടാക്കുന്നതാണെന്ന്. അളിയ, ബിസിനസ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ പിന്നെ ആ പണിക്ക് പോവരുത്. ഫിനാൻസും മാർക്കറ്റിലുണ്ടായിരുന്ന ബിസിനസ്സും ഒക്കെ കുട്ടിച്ചോറാക്കി. എന്നിട്ടിപ്പോ കമ്പനിയിലോട്ട് വന്നിരിക്കുക അള്ളി പറിക്കാൻ. അളിയ, അളിയന്റെ ഒരു കളിയും അവിടെ നടക്കില്ല. ഫർണിച്ചർ കമ്പനി ഉണ്ടായിരുന്നത് പൂട്ടിക്കെട്ടി. ചിട്ടി കമ്പനി ഏതാണ്ട് പൂട്ടാറായി. വെറുതെ കട്ട് മുടിച്ചാ പോരാ, പണിയെടുക്കണം. അല്ല, അതിന് തലയിൽ വല്ലതും വേണം. ഓ, തലയിൽ ഒരുപാടുള്ളതുകൊണ്ടാണല്ലോ വിശ്വം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെ പൂട്ടിക്കാൻ ബാംഗ്ലൂരിൽ ബിനാമി കമ്പനി നടത്തുന്നത്. ഒരുവിധപ്പെട്ട ബിസിനസ് ഒക്കെ ബാംഗ്ലൂരിലേക്ക് മാറ്റി. തരം കിട്ടുമ്പോ ഇവിടുന്നും കോടികൾ കട്ടെടുക്കും. അനാവശ്യം പറഞ്ഞാണല്ലോ. നിനക്ക് അനാവശ്യം ചെയ്യാം, അത് പറയുന്നതാണ് തെറ്റ്, അല്ലടാ. വൃത്തികേട് പറഞ്ഞോ ഓരോന്നൊന്നും ഞാൻ നോക്കൂല. ഇല്ലാത്ത ചിറ്റളന്മാരുടെ പേരിൽ ചിട്ടി എഴുതി പിടിച്ച് ലക്ഷങ്ങൾ കട്ടുമുടിച്ചങ്ങ് സുഖിച്ചു പോയി അല്ലടാ. എന്നിട്ട് ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞ ആള് കളിക്കുന്നു. എന്റെ വിശ്വട്ടൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് സഹോദര സ്നേഹവും പറഞ്ഞ് നശിപ്പിക്കുന്നതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം.
എന്നിട്ട് ഏട്ടത്തിയെ പോലീസിനെ കൊണ്ടുവരെ പിടിപ്പിച്ചു. എന്തു വന്നാലും ആങ്ങളക്കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു ഏട്ടത്തി. എന്റെ ചേച്ചി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഓടിച്ച് നിന്റെ തോലം ഞാൻ പൊടിക്കും. ഒന്ന് പൊട്ടിച്ചു നോക്കടാ. എന്താടാ ഓരോ എന്താ ഇവിടെ എന്റെ ചേച്ചി വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. അങ്ങളെ, എന്റെ അച്ഛന്റെ ദേഹത്തോട്ടാ ഞാൻ നോക്കി നിൽക്കില്ല, പറഞ്ഞേക്കാം. ഓഹോ, ഇപ്പൊ നിന്നിറക്കിയാണല്ലോ തന്തപ്പടിയുടെ പുതിയ കളി. ബാക്കി സ്വത്തുകൂടി തട്ടിയെടുക്കാനുള്ള പദ്ധതി. ഇതുവരെ ബാംഗ്ലൂരിലുള്ള അങ്കിളിന്റെ ബിസിനസ് കാര്യങ്ങളൊന്നും ഞാൻ അച്ഛനോട് പോലും പറഞ്ഞിട്ടില്ല. എനിക്കറിയാല്ല, ഞാനെല്ലാം വല്യമ്മയോട് പറഞ്ഞോണ്ടല്ലോ. ഓ, അച്ഛനെ പറഞ്ഞപ്പോ മോനങ്ങ് പൊള്ളിപ്പോയി. എടാ, ഞാനൊരു വാക്ക് പറഞ്ഞാ മതി, നിന്റെ കല്യാണം കയ്യാലപ്പുറത്താ. നിനക്ക് കാണണോ? ഓ, എങ്കിൽ വലിയ ഉപകാരം. ഒന്ന് വേഗം കയ്യാലപ്പുറത്താക്കിത്താ. സ്വന്തം മോളെ ഇറക്കി എന്റെ മോനെ കറക്കിയെടുക്കാൻ നോക്കിയത് ആരും അറിഞ്ഞില്ലെന്നൊന്നും വിചാരിക്കണ്ട. അത് നടക്കാതെ പോയതിന്റെ ചൊരുക്കായിരിക്കും. ആർക്ക് വേണോടി നിന്റെ ഈ മുതുക്ക് മോനെ? കണ്ട മയക്കുമരുന്നും അടിച്ച് ബാംഗ്ലൂരിൽ തോന്നിയാസം കാണിച്ച് നടന്നവനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന പവിയേട്ടനോട് തന്നെ ഇങ്ങനെ പറയണം അച്ഛനും മോനും കൂടി. ആരാടി മയക്കുമരുന്ന് കഴിച്ച് കിറങ്ങി നടന്നത്? ദേ, ഭർത്താവിനെ വെള്ള പൂശാൻ വേണ്ടി എന്റെ മോനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യോടി? ഞാനിന്ന് തൊടാറായോ നീ? വേണ്ട, അച്ഛ പിടിച്ച് മാറ്റമേ. നീ ഒറ്റൊരുത്തരല്ല കാരണം. നിനക്കെന്നെ തല്ലണോ? അല്ലടാ, എന്റെ മോനെ തൊട്ടുപോകരുത്. അച്ഛൻ മതി. വേണ്ട, എനിക്കൊന്ന് കാണണല്ലോ. മാറി അങ്ങോട്ട്. നീ എന്ത് ചെയ്യുന്നോ? അയ്യോ അച്ഛാ,